അങ്കമാലി തുറവൂരിലെ ആരിശ്ശേരിൽ വീട്ടിൽ ജിജോ റോസ്മേരി ദമ്പതികളുടെ മകൻ ഐവിൻ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അപ്പു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എയർലൈൻ കേറ്ററിംഗ് സർവീസ് നടത്തുന്ന കാസിനോ എയർ കേറ്റേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസിൽ ഷെഫായിരുന്നു ഐവിൻ. 1 വർഷം ആകുന്നതേയുള്ളൂ ഐവിൻ ഇവിടെ ജോലിക്ക് കയറിയിട്ട്. ഓഫീസിൽ നിന്നും പുറത്തു നിന്നുള്ളതുമായി വളരെ ചെറിയ സുഹൃത്ത് വലയം കാത്തു സൂക്ഷിച്ചിരുന്ന വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായിരുന്നു അയാൾ. യാതൊരുവിധ ദുശീലങ്ങളുമില്ലാത്ത, കുഴപ്പങ്ങളിലൊന്നും അബദ്ധത്തിൽ പോലും ചെന്ന് ചാടാത്ത സ്വഭാവം. വീട്ടുകാർ പറയുന്നത് മറുത്തൊരക്ഷരം പറയാതെ അനുസരിക്കും. ആരോടും ഒരു വഴക്കിനും പോകാറില്ല. പ്രകോപനപരമായി എന്തെങ്കിലും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ന്യായമായ രീതിയിൽ അത് കൈകാര്യം ചെയ്തുവിടും. സിനിമയ്ക്ക് പോകണമെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ചേച്ചിക്കൊപ്പമേ പോകൂ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഹോംലിയായ ഒരു കുട്ടി. ഐവിനെ കഴിഞ്ഞ ദിവസം നിസാരം ഒരു റോഡ് തർക്കത്തിന്റെ പേരിൽ 2 CISF ഉദ്യോഗസ്ഥർ കാറെടുപ്പിച്ചു കൊന്നു. അതും അതിക്രൂരമായി തന്നെ. ഒരു രാത്രി യാത്രയിൽ തികച്ചും യാദൃശ്ചികമായി കണ്ടുമുട്ടേണ്ടി വന്ന സംഭവത്തിൽ നിന്നും അതൊരു കൊലപാതക കേസായി മാറുകയായിരുന്നു അപ്പോൾ. പ്രതിസ്ഥാനത്ത് നാടും നാട്ടുകാരെയും കാക്കേണ്ട സേനാ ഉദ്യോഗസ്ഥർ. ഇര അവർക്ക് നേരെ കൈ ചൂണ്ടിയ ഒരു സാധാരണ ചെറുപ്പക്കാരൻ. റോഡ് റേജും ഉദ്യോഗസ്ഥ അഹന്തയുമൊക്കെ ഒന്നിച്ച് മത്സരിച്ച ആ കേസാണ് ഇന്ന് ജനറൽ ഡയറി പരിശോധിക്കുന്നത്. സ്വാഗതം. അങ്കമാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ AKG ഗ്രൗണ്ടിന് സമീപമുള്ള തോംബ്ര ലൈൻ എന്ന റെസിഡൻഷ്യൽ ഏരിയ. എയർലൈനുകൾക്കുള്ള കേറ്ററിംഗ് സർവീസാണ് ഐവിന്റെ കമ്പനിയായ കാസിനോയ്ക്ക്. മിക്ക ദിവസവും നൈറ്റ് ഡ്യൂട്ടി ആകും ഐവിൻ ഉണ്ടാവുക. രാത്രി 7-നും 10-നും 12-നും ഒക്കെയാവും ഡ്യൂട്ടിക്കായി പോവുക. ഈ സമയത്ത് നല്ല പട്ടിശല്യമായതിനാലും ബൈക്കിൽ പോയി മറ്റ് അപകടങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതിയും 2 വീലർ യാത്ര വേണ്ടെന്ന ചട്ടം കെട്ടിയിട്ടുണ്ട് ജിജോയും റോസ്മേരിയും. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാറിലാണ് ഐവിന്റെ യാത്ര. മെയ് 15-നും അങ്ങനെ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് പുറപ്പെട്ടതാണ് ഐവിൻ. തോംബ്ര ലൈനിൽ വെച്ച് 2 യുവാക്കൾ ഓടിച്ചിരുന്ന കാറിനെ ഐവിൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. സംഭവങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥരായിരുന്നു ആ വണ്ടിയിൽ. ഒരു ചെറിയ പയ്യൻ തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയത് അവർക്ക് തീരെ പിടിച്ചു കാണില്ല. ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ഐവിന്റെ കാറിന് അവർ സൈഡ് കൊടുത്തതുമില്ല. തുടർന്ന് 2 വാഹനങ്ങളും തമ്മിൽ ഉരസി. ഇതിനിടെ ഐവിനെതിരെ ആ CISF ഉദ്യോഗസ്ഥർ ഒരു അശ്ലീല ആംഗ്യവും കാണിച്ചു. വണ്ടി ഉരസിയതും CISF ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവും അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ ഐവിന് കഴിഞ്ഞില്ല. അവരുടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് തന്റെ കാർ ഐവിൻ നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി തന്നെ ഐവിനിത് ചോദ്യം ചെയ്തു. ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് എന്നായിരുന്നു ഐവിനോട് ഉദ്യോഗസ്ഥരുടെ ചോദ്യം. ഓവർടേക്ക് ചെയ്താൽ അശ്ലീലാംഗ്യം കാണിക്കുമോ എന്ന് ഐവിനും. സംഭവം തർക്കത്തിലെത്തിയതോടെ പോലീസിൽ ഐവിൻ വിവരം അറിയിച്ചു. ഉദ്യോഗസ്ഥരുടെ വീഡിയോയും ഐവിൻ പകർത്തി. അപകടമണത്ത ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ വണ്ടിയിൽ ചാടിക്കയറി രക്ഷപ്പെടാൻ മുതിർന്നു. എന്നാൽ താൻ നേരിട്ട അനീതി അങ്ങനെ കണ്ണടച്ചു വിടാൻ ഐവിൻ ഒരുക്കമായിരുന്നില്ല. ഉദ്യോഗസ്ഥരുടെ വണ്ടിക്ക് മുന്നിൽ കയറി നിന്ന് ഐവിൻ അവരുടെ യാത്ര വിലക്കി. പക്ഷേ ഐവിനെ ഞെട്ടിച്ച് അവന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ആ വണ്ടി. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ ബോണറ്റിൽ അള്ളിപ്പിടിച്ച് കിടക്കാനേ ഐവിന് കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഐവിനെ ബോണറ്റിലിട്ട് 1 കിലോമീറ്ററോളം ആ വണ്ടി പാഞ്ഞു. ഇതിനിടെ ഇടയ്ക്ക് അവർ ബ്രേക്ക് ഇട്ടതോടെ പിടിവിട്ട് ഐവിൻ താഴേക്ക്. ഉണ്ടായിരുന്ന ഇത്തിരി ജീവനിലും ആ CISF ഉദ്യോഗസ്ഥരുടെ കരുണ പതിഞ്ഞില്ല. താഴേക്ക് വീണ ഐവിനെയും കൊണ്ട് 15 മീറ്ററോളം വണ്ടി മുന്നോട്ട് നീങ്ങി. ടയർ മുന്നോട്ട് നീങ്ങാതായതോടെയാണ് പ്രതികൾ കാറ് നിർത്തിയത്. ഒച്ച കേട്ട് നാട്ടുകാർ ഓടിക്കൂടുമ്പോഴേക്കും ഒന്നും ചെയ്യാനാകാത്ത വിധം വികൃതമായിരുന്നു ഐവിന്റെ ശരീരം. വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കൂടെ നാട്ടുകാർ കാര്യമായി തന്നെ പെരുമാറിയ CI വിനയ്കുമാർ ദാസിനെയും. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന കോൺസ്റ്റബിൾ മോഹൻകുമാർ നാട്ടുകാർ എത്തുമ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടിരുന്നു. പിറ്റേന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഡ്യൂട്ടിക്കെത്തിയ ഇയാളെ എയർപോർട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. വിനയ്കുമാറിനെ ആശുപത്രിയിൽ നിന്നും. വഴക്കിന്റെ വീഡിയോ ഐവിൻ പകർത്തിയത് പ്രകോപിപ്പിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ പോലീസിന് നൽകിയ മൊഴി. പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന ഐവിന്റെ വാക്കുകൾ ചൊടിപ്പിച്ചു എന്നും പറയുന്നുണ്ട് ഇവർ. അതായത് കുറ്റം ചെയ്തത് മനഃപൂർവ്വം തന്നെ. CCTV ദൃശ്യങ്ങളിൽ ഉദ്യോഗസ്ഥർ അശ്ലീല ആംഗ്യം കാണിച്ചത് ഐവിൻ ചോദ്യം ചെയ്യുന്നത് വ്യക്തമായതിനാൽ ഇത് നിഷേധിക്കാനും ഇരുവർക്കും കഴിയുമായിരുന്നില്ല. ഐവിൻ പകർത്തിയ ദൃശ്യങ്ങളും CCTV ഫൂട്ടേജുകളുമായി തെളിവുകളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു ഇരുവർക്കുമെതിരെ. കേസിൽ ഇരുവരെയും രക്ഷപ്പെടുത്താൻ CISF തലത്തിൽ തന്നെ നീക്കം നടക്കുന്ന കാഴ്ച കണ്ടിരുന്നു ഇതിനിടയ്ക്ക്. പ്രതികളായ CISF ഉദ്യോഗസ്ഥർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരിച്ച ഒരു വാട്സാപ്പ് ഓഡിയോ ആയിരുന്നു ആദ്യത്തേത്. ഐവിൻ പേര് കേട്ട ഗുണ്ടയാണെന്നും റോഡിൽ ഐവിൻ അടങ്ങുന്ന ഗുണ്ടാസംഘം നടത്തിയ പരാക്രമം ചെറുക്കാൻ വിനയകുമാർ ദാസിനെ വണ്ടി കയറ്റേണ്ടി വന്നതാണെന്നും പറയുന്ന കരുണ പറ്റിയ ഒരു ഓഡിയോ സന്ദേശം. CISFന്റെ കേരള ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഈ ഓഡിയോ വിവാദമായതോടെ പിൻവലിച്ചു. ഐവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മോഹൻകുമാർ ജോലിക്കെത്തിയത് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥന്റെ സഹായത്താലാണ് എന്നതായിരുന്നു മറ്റൊരു ആരോപണം. ഇതിൽ നിലവിൽ അന്വേഷണം നടക്കുകയാണ്. ഇയാൾക്കെതിരെ CISF വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള നീക്കത്തിലാണ് നിലവിൽ CISF.
റിമാൻഡിൽ കഴിയുന്ന ഇരുവരുടെയും കസ്റ്റഡി കാലാവധി നീട്ടാനുള്ള സാധ്യത പോലീസും തേടുന്നുണ്ട്. ഐവിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു പ്രതികളുടെ നീക്കമെന്നും ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചതായും നെടുമ്പാശ്ശേരി പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ കൊലക്കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിനിടെ ഐവിന്റെ കൊലപാതകം വലിയ വാർത്തയായതോടെ നെടുമ്പാശ്ശേരിയിൽ താമസിക്കുന്ന CISF ഉദ്യോഗസ്ഥർക്കെതിരെ പ്രദേശവാസികൾ മുൻപ് നൽകിയ പരാതികളും ചർച്ചയായിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ച് പ്രശ്നമുണ്ടാക്കുന്നതും വഴിയിൽ മാലിന്യം തള്ളുന്നതുമെല്ലാമായി നാട്ടുകാർ നൽകിയ പരാതികളിലെ നീക്കുപോക്കില്ലായ്മയെക്കുറിച്ച് വ്യാപക വിമർശനവും ഉയർന്നു. ഉന്നത ഉദ്യോഗസ്ഥരെന്ന അഹന്ത CISF ഉദ്യോഗസ്ഥർ പല സാഹചര്യങ്ങളിലും പ്രകടിപ്പിക്കാറുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാട്ടുകാർ. മുൻപ് നൽകിയ പരാതികളിലൊക്കെ തീർപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഐവിൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായേനെ എന്ന് പരിതപിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ. ഐവിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന് പറയുമ്പോഴും മകനില്ലാത്ത നാട്ടിൽ ഇനി ജീവിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അമ്മ റോസ്മേരി. സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ജനങ്ങളുടെ ജീവനെടുക്കുന്ന നാട്ടിൽ എങ്ങനെ കഴിയുമെന്ന് വിതുമ്പുകയാണ് അവർ. കൈയും കാലും ഒടിഞ്ഞെങ്കിലും കുഴപ്പമില്ല, മരിക്കാതെ അവനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന ആ അമ്മയുടെ തേങ്ങലിൽ നിന്ന് ഈ നാടിനി എന്ന് മുക്തി നേടും എന്നുറപ്പില്ല.